ടെക് ലോകത്തു നിന്നുള്ള വാർത്തകൾ. കാർഷിക മേഖലയ്ക്കുള്ള ബാങ്ക് വായ്പയിൽ ഇടിവ്, സ്വർണ്ണ വായ്പാ വിപണിയിൽ മുന്നേറ്റം. കൃഷിക്കും അനുബന്ധ പ്രവർത്തനങ്ങൾക്കുമുള്ള ബാങ്ക് വായ്പാ വളർച്ച 9.2% കുത്തനെ കുറഞ്ഞ് 23.09 ലക്ഷം കോടി രൂപയായതായി RBI അറിയിച്ചു. മുൻവർഷത്തെ ഇതേ കാലയളവിൽ ഇത് 19.8%. ക്രെഡിറ്റ് കാർഡ് കുടിശ്ശിക വളർച്ചയും 10.6% കുറഞ്ഞ് 2.87 ലക്ഷം കോടി രൂപയായി. ഇക്കഴിഞ്ഞ ഏപ്രിൽ 18 വരെയുള്ള കണക്കുകൾ അടിസ്ഥാനമാക്കിയുള്ള റിപ്പോർട്ടാണ് RBI പുറത്തുവിട്ടത്. ഭക്ഷ്യേതര ബാങ്ക് വായ്പയുടെ വളർച്ച കഴിഞ്ഞ വർഷം 15.3% ഇത്തവണ 11.2% മാത്രമാണ്. സ്വർണ്ണ വായ്പാ വളർച്ച 119.6% ഉയർന്ന് 2.23 ലക്ഷം കോടി രൂപയായി. കഴിഞ്ഞ വർഷം ഇത് 1.01 ലക്ഷം കോടി രൂപയായിരുന്നു. ഏപ്രിൽ 18 അവസാനിച്ച രണ്ടാഴ്ചയ്ക്കുള്ളിൽ വ്യവസായത്തിൽ നിന്നുള്ള ബാങ്ക് വായ്പ 6.7% മന്ദഗതിയിലുള്ള വളർച്ചയാണ് രേഖപ്പെടുത്തിയത്. മുൻവർഷത്തെ ഇതേ കാലയളവിൽ ഇത് 6.9% ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. രാജ്യത്തെ ഏറ്റവും വലിയ ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് നിർമ്മിക്കാൻ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ. ഹരിയാനയിലെ പാനിപ്പത്തിൽ 2027ഓടെ പ്ലാന്റ് നിലവിൽ വരും. പാനിപ്പത്ത് റിഫൈനറി ആൻഡ് പെട്രോകെമിക്കൽ കോംപ്ലക്സിലെ പ്ലാന്റിന് ഏകദേശം 10,000 ടൺ വാർഷിക ശേഷിയാണ് കണക്കാക്കുന്നത്. പ്രകൃതി സൗഹൃദ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ നീക്കമെന്ന് ചെയർമാൻ അരവിന്ദർ സിംഗ് സാനി വ്യക്തമാക്കി. 2046ഓടെ കാർബൺ പുറന്തള്ളൽ പൂർണ്ണമായും അവസാനിപ്പിക്കുക എന്ന പദ്ധതിയിൽ ഊന്നിയാണ് പ്രവർത്തനം. അടുത്ത 10 വർഷത്തിനകം ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ മൊത്തം ഹൈഡ്രജൻ ഉൽപാദനത്തിന്റെ 50% ഗ്രീൻ ഹൈഡ്രജൻ ആക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട്. ഭാവിയുടെ ഇന്ധനമെന്ന് ഹൈഡ്രജൻ അറിയപ്പെടുന്നുണ്ടെങ്കിലും നിർമ്മാണ ചെലവിനെ തുടർന്നാണ് ഭൂരിഭാഗം കമ്പനികളും ഹൈഡ്രജൻ ഇന്ധനം ഉപയോഗിക്കാൻ വിമുഖത കാണിക്കുന്നത്. ഇത് കാരണം വൻതോതിൽ ഉപയോഗിക്കാൻ വാഹന വ്യവസായ മേഖലകൾക്കും കഴിയുന്നില്ല. നിലവിൽ ക്രൂഡ് ഓയിൽ പെട്രോളും ഡീസലുമാക്കി വേർതിരിക്കുന്ന റിഫൈനറികൾ ഡീസലിലെ സൾഫർ അംശം കുറയ്ക്കാനാണ് ഹൈഡ്രജൻ ഉപയോഗിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഓഫീസ് സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൗണ്ടിലെത്തും. അതാണ് KSFE സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ്. ഏത് ശാഖയിലും സ്വർണം വയ്ക്കൂ. മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വച്ചും പണം പിൻവലിക്കൂ. പരമാവധി 50 ലക്ഷം രൂപ വരെ. അതിവേഗ പ്രോസസിംഗ്, 24/7 സേവനം. ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട, സമയവും നോക്കേണ്ട. KSFE സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ്. ഡിജിറ്റലി സൂപ്പർ ചാർജ് യുവർ ഗോൾഡ്. പുതിയ അപ്ഡേറ്റുമായി ഇൻസ്റ്റഗ്രാം. ഇനി വെർട്ടിക്കൽ ഫോട്ടോകളും അപ്ലോഡ് ചെയ്യാം. സ്മാർട്ട് ഫോണുകളിൽ എടുത്ത ഫോട്ടോകൾക്ക് ഇൻസ്റ്റഗ്രാമിൽ അതേപടി അപ്ലോഡ് ചെയ്യാൻ കഴിയുന്നില്ല എന്ന പരാതികൾക്ക് ഇതോടെ പരിഹാരമായി. ത്രെഡ്സ് വഴി പങ്കിട്ട ഒരു പോസ്റ്റിൽ ഫോട്ടോ അപ്ലോഡുകൾക്കായി ഒരു പുതിയ 3:4 ആസ്പെക്ട് റേഷ്യോ വരുന്നതായി ഇൻസ്റ്റഗ്രാം മേധാവി ആദം മോസാരി പ്രഖ്യാപിച്ചു. വർഷങ്ങളായി ഫോട്ടോ അപ്ലോഡുകൾക്ക് 1:1 ആസ്പെക്ട് റേഷ്യോ ആണ് ഇൻസ്റ്റഗ്രാമിൽ ഉപയോഗിക്കുന്നത്. ഫോട്ടോയുടെ സൗന്ദര്യാത്മകത നിലനിർത്താൻ ഇത് സഹായകമാണെന്ന് ചൂണ്ടിക്കാട്ടി നിരവധി പേർ ഇതിനെ അനുകൂലിക്കുമ്പോഴും ഭൂരിഭാഗം പേരും സ്മാർട്ട് ഫോണുകളിൽ എടുത്ത ഫോട്ടോകൾ അതേപടി ഇൻസ്റ്റയിൽ അപ്ലോഡ് ചെയ്യാൻ കഴിയുന്നില്ല എന്ന പരാതിയാണ് ഉയർത്തുന്നത്. ഇതിനാണ് ഇപ്പോൾ പരിഹാരം കണ്ടിരിക്കുന്നത്. വെർട്ടിക്കലായി ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ കഴിയുന്ന തരത്തിലാണ് പുതിയ സംവിധാനം. ഇതിന്റെ ഭാഗമായി പുതിയ ഓപ്ഷൻ ഡീഫോൾട്ടായി പ്രവർത്തനക്ഷമമാക്കും. മിക്കവാറും എല്ലാ ഫോൺ ക്യാമറകളും ഉപയോഗിക്കുന്ന ഫോർമാറ്റാണ് 3:4 എന്ന ആസ്പെക്ട് റേഷ്യോ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇലക്ട്രിക് വാഹന വിപണിയിൽ വിപ്ലവം സൃഷ്ടിക്കാൻ ജാപ്പനീസ് സ്റ്റാർട്ടപ്പായ KG മോട്ടോഴ്സ്. മീ ബോട്ട് എന്ന അൾട്രാ കോമ്പാക്ട് 1 സീറ്റർ EV ആണ് കമ്പനി പുറത്തിറക്കുന്നത്. ഇടുങ്ങിയ തെരുവുകൾക്കായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന 1 സീറ്റർ EV ഗണ്യമായ പ്രീ ഓർഡറുകൾ നേടിയിട്ടുണ്ട്. ഇത് ജപ്പാനിലെ ടൊയോട്ടയുടെ EV വിൽപ്പനയെ മറികടക്കാൻ സാധ്യതയുണ്ട്. മീബോട്ട് ഗ്രാമങ്ങളെ ലക്ഷ്യമിടുന്നു. മിനിമലിസ്റ്റ് ഡിസൈനും കുറഞ്ഞ ഉൽപാദന ചെലവുമാണ് ഇതിന്റെ പ്രത്യേകത. 2027 വിതരണം ചെയ്യാൻ പദ്ധതിയിട്ടിരിക്കുന്ന 3300 യൂണിറ്റുകളിൽ പകുതിയിലധികവും ഇതിനകം തന്നെ ബുക്കിംഗ് കഴിഞ്ഞു. 2024 ജപ്പാനിൽ ഏകദേശം 2000 ഇലക്ട്രിക് വാഹനങ്ങൾ വിറ്റ ടൊയോട്ടയെ മറികടക്കാൻ ഇത് KG മോട്ടോഴ്സിനെ സഹായിക്കും. 2250 പ്രീ ഓർഡറുകളിൽ 95% കുറഞ്ഞത് ഒരു വാഹനമെങ്കിലുമുള്ള വീട്ടുടമസ്ഥരിൽ നിന്നാണെന്ന് ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്യുന്നു. പ്രതിവർഷം 10,000 യൂണിറ്റുകൾ ഉൽപ്പാദിപ്പിക്കാനാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ലോകത്തെ ഞെട്ടിച്ച കണ്ടുപിടുത്തവുമായി ഇന്ത്യയിലെ ശാസ്ത്രജ്ഞന്മാർ.
കേവലം 6 മിനിറ്റ് കൊണ്ട് 80% ചാർജ് ചെയ്യാൻ കഴിയുന്ന സൂപ്പർ ഫാസ്റ്റ് സോഡിയം അയൺ ബാറ്ററിയാണ് വികസിപ്പിച്ചിരിക്കുന്നത്. ബംഗളൂരുവിലെ ജവഹർലാൽ നെഹ്റു സെന്റർ ഫോർ അഡ്വാൻസ് സയന്റിഫിക് റിസർച്ചാണ് സോഡിയം അയൺ ബാറ്ററിയുടെ പിന്നിൽ. വെറും 6 മിനിറ്റിൽ 80% വരെ ചാർജ് ചെയ്യാൻ ശേഷിയുള്ള ഈ ബാറ്ററി 3000 ചാർജ് സൈക്കിളുകളുള്ള സോഡിയം അയൺ ബാറ്ററി ഇലക്ട്രിക് വാഹനങ്ങൾ, സോളാർ ഗ്രിഡുകൾ, ഡ്രോണുകൾ, റൂറൽ ഇലക്ട്രിഫിക്കേഷൻ എന്നിവയുമായി ബന്ധപ്പെട്ട അനന്ത സാധ്യതകളാണ് തുറന്നിടുന്നത്. ലോക ബാറ്ററി വിപണിയിൽ ചൈനയുടെ കുത്തകയ്ക്ക് വെല്ലുവിളി ഉയർത്തുന്നതാണ് ഇന്ത്യയുടെ ഈ നേട്ടം. ഇലക്ട്രിക് വാഹനങ്ങളിലും ഊർജ്ജ സംഭരണത്തിലും ലിഥിയം അയോൺ ബാറ്ററികളെ ആശ്രയിക്കുന്ന ലോകത്തിന് പുതിയൊരു വഴി തുറക്കുകയാണ് ഇന്ത്യ. CATL, BYD പോലുള്ള ചൈനീസ് POമാർ ലിഥിയം ബാറ്ററി ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുമ്പോൾ അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യതക്കുറവും ഉയർന്ന ചെലവും സുരക്ഷാ പ്രശ്നങ്ങളും ലിഥിയം ബാറ്ററികളുടെ പരിമിതികളാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഓൺലൈൻ ബാങ്കിങ്ങിൽ ഗ്രാമീണ സ്ത്രീകൾ മുന്നിൽ. UPI വഴിയുള്ള ഇടപാടുകളിൽ യുവതികളാണ് മുന്നിൽ. സ്ഥിതിവിവരക്കണക്ക് മന്ത്രാലയത്തിന്റെ പുതിയ കണക്ക് പ്രകാരം 2025 ആദ്യപാദത്തിൽ വനിതകളുടെ ഓൺലൈൻ ബാങ്കിംഗ് 30% ഉയർന്നിട്ടുണ്ട്. 2022-23 ഇത് 17.1%. ഗ്രാമീണ മേഖലകളിൽ ഓൺലൈൻ ബാങ്കിംഗ് ഏർപ്പെട്ടിട്ടുള്ള ഇന്ത്യക്കാരുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനവുണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് യുവതികൾക്കിടയിലാണ് ഈ വർധന. സർവേ ഫലങ്ങൾ അനുസരിച്ച് 15 മുതൽ 24 വയസ്സ് വരെ പ്രായമുള്ള ഗ്രാമീണ പ്രദേശങ്ങളിലെ 51.4% സ്ത്രീകൾ ഓൺലൈൻ ബാങ്കിംഗ് ഇടപാടുകൾ നടത്താനുള്ള കഴിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നഗരപ്രദേശങ്ങളിൽ UPI നടപ്പിലാക്കിയ സമയത്ത് തന്നെ ഓൺലൈൻ ബാങ്കിംഗ് വ്യാപന നിലവാരം കൂടുതലായിരുന്നു. നഗരമേഖലകളിൽ 15 വയസ്സും അതിൽ കൂടുതലുമുള്ളവരിൽ 62.4% പേർ ഓൺലൈൻ ബാങ്കിംഗിൽ ഏർപ്പെട്ടിട്ടുണ്ട്. 2022-23 ഇത് 50.6%. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.